അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സ്വർഗത്തിലെ അനുഭൂതികളെക്കുറിച്ചിട്ടാണ്. അതിന് ഞാൻ വാക്കിയ സൂറത്തിലെ ആയത്തുകളാണ് ഞാൻ ഓതിക്കേൾപ്പിക്കുന്നത്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. സ്വർഗത്തിൽ നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ ഇടയിൽ ചുറ്റി നടക്കും. ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. കോപ്പകളും കൂജകളും ശുദ്ധമായ ഉറവുജലം നിറച്ച പാനപാത്രവും കൊണ്ട് ഈ മക്കൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. കാണുമ്പോൾ മുത്ത് ഉരുണ്ടു പോകുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്രയും ഭംഗിയുള്ള കുട്ടികളാണ് ഈ സ്വർഗത്തിൽ സപ്ലൈ ചെയ്തുകൊണ്ട് പോകുന്നത്. അത് കോപ്പകളും കൂജകളും ശുദ്ധമായ ഉറവുജലവും പാനപാത്രവും കൊണ്ടാണ് ആ മക്കൾ സപ്ലൈ ചെയ്യുന്നത്. അത് കുടിക്കുക മൂലം അവർക്ക് തലവേദനയുണ്ടാവുകയില്ല, ലഹരി ബാധിക്കുകയില്ല. നമ്മൾ ഈ ദുനിയാവിൽ നമ്മളെ ശരീരത്തിനാവാത്തത് എന്തെങ്കിലും കുടിച്ചാൽ ഒന്നെങ്കിൽ തലവേദന, അല്ലെങ്കിൽ മസ്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് വിഷാംശം കൊണ്ട് നമ്മൾക്കൊന്നെങ്കിൽ അബോധ അവസ്ഥയിലായി പോകും, അല്ലെങ്കിൽ മരണത്തിന് തന്നെ കാരണമാകുന്ന ചിലത് നമ്മൾ കഴിക്കാറുണ്ട്, കുടിക്കാറുണ്ട്, തിന്നാറുണ്ട്. പക്ഷേ സ്വർഗത്തിലെ ഭക്ഷണവും പാനീയങ്ങളും അങ്ങനെയുള്ളതല്ല. നമ്മൾക്ക് ആരോഗ്യം കൂടിക്കൊണ്ടുപോവുകയും നമ്മൾക്ക് നല്ല ആയുസ്സും കൂടിക്കൊണ്ടുപോവുകയും സൗന്ദര്യവും കൂടി പോവുകയും ചെയ്യുന്നതാണ് സ്വർഗത്തിലെ ആഹാരവും അവിടുത്തെ വെള്ളവും എല്ലാം. അവർ ഇഷ്ടപ്പെട്ടു തിരഞ്ഞെടുക്കുന്ന തരത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങളുമുണ്ട്. ഏത് പഴമാണ് നമുക്ക് വേണ്ടത്, ആ വേണ്ട പഴവും നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. നമ്മൾ ചിന്തിച്ചാൽ ഉടനെ തന്നെ, ആഗ്രഹിച്ചാൽ ഉടനെ തന്നെ നമ്മളെ മുമ്പിൽ ആ പഴങ്ങൾ വന്നു. അവർ കൊതിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിമാംസവും അവർ ചുറ്റി നടക്കും. അവർ കൊതിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിമാംസവും കൊണ്ട് അവർ ചുറ്റി നടക്കും. ആരാണ്? ഈ കുട്ടികൾ, ഈ സപ്ലൈ ചെയ്യുന്ന കുട്ടികൾ. ആർക്ക് എന്ത് വേണം, ആ ആഗ്രഹിക്കുന്ന സാധനം നമ്മളെ മുമ്പിലേക്ക് ആ കുട്ടികൾ കൊണ്ട് ചെന്നെത്തും. വിശാലമായ നയനങ്ങളുള്ള വെളുത്ത തരുണികളും അവർക്കുണ്ട്. വിശാലമായ നയനങ്ങളുള്ള വെളുത്ത തരുണീമണികളും അവർക്ക് അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. ചിപ്പികളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയാണവർ. ഈ ഹോറുല്യങ്ങളായ സ്ത്രീകളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ചിപ്പിക്കുള്ളിലുള്ള മുത്തിനെ ഒരു മനുഷ്യന് പോലും, ഒരാൾ പോലും തൊട്ടിട്ടുണ്ടാകുകയില്ല. അതുപോലെയാണ് ഹോറുല്യങ്ങളായ സ്ത്രീകളെ ഇവിടെ പറയുന്നുള്ളത്. ഒരാൾ പോലും സ്പർശിച്ചിട്ടില്ലാത്ത, കന്യകത്വം പോലും പൊട്ടാത്ത സ്ത്രീകളാണ് അള്ളാഹു തആല സ്വർഗത്തിൽ ഇവിടെ ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിനെ പേടിച്ച് ഭയന്ന് ഇവിടെ തഖ്വയോട് ജീവിച്ച ആളുകൾക്ക് അള്ളാഹു തആല തയ്യാറാക്കി വെച്ചിട്ടുള്ളത് സ്വർഗത്തിൽ. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനുള്ള പ്രതിഫലമാണ് അതെല്ലാം നൽകപ്പെടുന്നത്. അള്ളാഹ് പറയുന്നതാണ്, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനുള്ള പ്രതിഫലമായി കൊണ്ടാണ് ഇതെല്ലാം ഞാൻ സ്വർഗത്തിൽ ഒരുക്കി വെച്ചത് എന്ന്. അനാവശ്യ വാക്കോ ഒരാളെ കുറ്റപ്പെടുത്തലോ അവർ അവിടെ വെച്ച് കേൾക്കുകയില്ല. അനാവശ്യ വാക്കുകൾ, പരിഹാസങ്ങൾ, ഗീബത്ത് പറച്ചിൽ, അല്ലെങ്കിൽ ഫസാദ് പറച്ചിൽ, അല്ലെങ്കിൽ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും സ്വർഗത്തിൽ കേൾക്കപ്പെടുകയില്ല. എന്നും സമാധാനം, എന്നും സമാധാനം എന്നുള്ള വാക്കല്ലാതെ എപ്പോഴും സമാധാനം. നല്ല സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരിടമാണ് സ്വർഗലോകം. വലതുപക്ഷക്കാർ, എന്താണ് ഈ വലതുപക്ഷക്കാരുടെ അവസ്ഥ? മുള്ളില്ലാത്ത ഇലന്തമരം. വലതുപക്ഷക്കാരായ
അവരുടെ അവസ്ഥ, അവർക്കുള്ളതായ സ്വർഗത്തിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. മുള്ളില്ലാത്ത ഇലന്തമരം, ഫീ സിദ്രിൻ മഖ്ലൂദ്, وطلح منضود അടുക്കടുക്കയായി കുലകളുള്ള വാഴ, നല്ല അടുക്കയായി കുലകളുള്ള കാണാൻ ചന്തമുള്ള നല്ല വാഴ, وظل ممدود വിശാലമായ തണൽ. ഇതിനെ എത്ര വർണ്ണിച്ചാലും പുകഴ്ത്തിയാലും പറഞ്ഞാലും തീരാത്ത, ഈ ആയത്തിന് എത്ര പറഞ്ഞാലും തീരാത്ത ഒരുപാട് തഫ്സീർ ഇതിനുണ്ട്. വിശാലമായ തണൽ, ആ സ്വർഗത്തിൽ അവർക്ക് വിശാലമായ തണൽ. അവർക്ക് വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല, വിയർക്കേണ്ട ആവശ്യമില്ല, ഒരു ക്ഷീണമോ അവർക്കില്ല. അവർക്ക് എന്നും തണലാണ്. وماء مسكوب സദാ ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെള്ളം, എന്നും ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാണാൻ ഭംഗിയുള്ള വെള്ളച്ചാട്ടവും എല്ലാം അല്ലാഹു തആല അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. وفاكهة كثيرة ധാരാളം പഴവർഗ്ഗങ്ങൾ. എത്ര പഴമാണ് നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് പഴമാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ പഴം നിങ്ങളുടെ മുമ്പിൽ ചെന്നെത്തുക തന്നെ ചെയ്യും. അത്രയും വിശാലമായ സ്വർഗം അല്ലാഹു തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സ്വർഗത്തിലെ കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു തആല പറയുന്നത്. لا مقطوعة ولا ممنوعة ഒരിക്കലും നിലച്ചു പോവാത്തതും തടസ്സപ്പെട്ടു പോവാത്തതുമായ, ഒരിക്കലും നിലച്ചു പോവുകയില്ല. അവിടുത്തെ പഴങ്ങളായാലും ഒന്നും ഒരിക്കലും നിലച്ചു പോയില്ല. എന്നും മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു തആല ഇവിടെ കഷ്ടപ്പെട്ട്, ഇവിടെ അധ്വാനിച്ച് ആഖിറത്തിന് പരലോകത്ത് ആഗ്രഹിച്ചുകൊണ്ട്, പരലോകത്തെ വിളവ് ആഗ്രഹിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചവർക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ തയ്യാറാക്കിയത് ഒരിക്കലും അവിടെ നിലച്ചു പോകുകയില്ല, തടസ്സപ്പെട്ടു പോവാത്തതുമാണ്. وفرش مرفوعة ഉയർന്ന മെത്തകൾ എന്നീ സുഖാനുഭൂതിയിലായിരിക്കും അവർ. ഉയർന്ന മെത്ത, നല്ല കാണാൻ ചന്തമുള്ള സൗന്ദര്യമുള്ള കിടക്ക, മെത്ത, കട്ടിൽ, അഥവാ അത്രയും സൗന്ദര്യമാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? إنا أنشأناهن إنشاء തീർച്ചയായും അവരെ സ്വർഗസ്ത്രീകളെ നാം ഒരു പ്രത്യേക പ്രകൃതിയോടെ സൃഷ്ടിച്ചുണ്ടാക്കിയതാണ്. അല്ലാഹു തആല പറയുന്നതാണ്, തീർച്ചയായും അവരെ അഥവാ സ്വർഗസ്ത്രീകളെ, ഹൗർലിങ്ങളെ നാം ഒരു പ്രത്യേക പ്രകൃതിയോടെയാണ് ഉണ്ടാക്കിയത്. فجعلناهن أبكارا അങ്ങനെ അവരെ നാം കന്യകന്മാരാക്കിയിരിക്കുന്നു. عربا أترابا സ്നേഹവതികളും സമപ്രായക്കാരുമാക്കിയിരിക്കുന്നു. സ്നേഹിക്കാൻ ഭർത്താവിനെ അതിരുറ്റി സ്നേഹിക്കുന്നവരായിരിക്കും ഹൗർലിങ്ങൾ. അവർക്ക് എന്നും ഒരേ പ്രായമാണ്, പ്രായം കൂടലില്ല, പ്രായം കുറയലില്ല. എന്നും ഒരേ പ്രായത്തിൽ, നല്ല സൗന്ദര്യത്തിൽ, നല്ല ഭംഗിയിൽ. ഹൗർലിങ്ങളെ ഭംഗിയെക്കുറിച്ച് പറയുന്നെങ്കിൽ തന്നെ ഒരു ദിവസമോ 2 ദിവസം പോലും നമുക്ക് പറഞ്ഞാൽ തീരുകയില്ല. لأصحاب اليمين വലതുപക്ഷക്കാർക്ക് വേണ്ടി അത്ര അത്. ثلة من الأولين പൂർവികമാരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ, وثلة من الآخرين പിൻഗാമികളിൽ നിന്ന് ഒരു വിഭാഗം ആയിരിക്കും അവർ. وأصحاب الشمال ما أصحاب الشمال പിന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞത് ഇടതുപക്ഷക്കാർ. എന്താണ് ഇടതുപക്ഷക്കാരുടെ അവസ്ഥ? വ അസ്ഹാബു ഷിമാലി മാ അസ്ഹാബു ഷിമാൽ. ഇടതുപക്ഷക്കാർ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കുള്ള അവകാശികൾ. പിന്നെ സൂറത്തുൽ വാഖിയയിൽ പറയുന്നത് ഇവരെക്കുറിച്ചിട്ടാണ്, ഫീ സമൂമിയും വഹമീം. നരകത്തിൽ അവർക്കുള്ള വെള്ളത്തെക്കുറിച്ചും അവർക്കുള്ള കാറ്റിനെക്കുറിച്ചും അവർക്കുള്ള തണലിനെക്കുറിച്ചുമാണ് പിന്നെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ മറ്റേ ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ സ്വർഗത്തിനെക്കുറിച്ച് കുറച്ച് ആയത്തുകളാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അല്ലാഹു തആല നമുക്ക് നല്ലത് കേൾക്കാനും നല്ലത് പഠിക്കാനും നല്ലത് പ്രവർത്തിക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ സൂറത്തുൽ വാഖിയ നമ്മൾ എന്നും പതിവാക്കണം. അത് നമ്മൾ കാണാതെ തന്നെ പഠിക്കാൻ ശ്രമിക്കണം. ഒരായത്ത് ഒരാൾ പഠിച്ചാൽ അവൻ ഒരു ഒട്ടകം ഉള്ള മുതലാളിയെക്കാളും വലുതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. ഒരു ഒട്ടകമുള്ള ഒരു മുതലാളി ആണെങ്കിൽ അതിനേക്കാളും കൂടുതൽ അല്ലാഹു തആലൻ്റെ അടുത്ത് ഏറ്റവും അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെടുന്ന ആരെയാണ്? ഒരായത്ത് മനഃപ്പാഠമാക്കിയ ആളെയാണ്. അതുകൊണ്ട് സൂറത്തുൽ വാഖിയ എന്നും നമ്മൾ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഓതാൻ ശ്രമിക്കണം. അത് ദാരിദ്ര്യത്തെ ഇല്ലാത്താക്കും, ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇല്ലാത്താക്കും. അത് മാത്രമല്ല നരകത്തിയിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട്
ഈ സൂറത്തുൽ വാക്കിയ ഓതാൻ ആരും മറക്കരുത്. അതുമാത്രമല്ല, ഇത് നമ്മൾ മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക. കുറച്ച് ദിവസങ്ങളോളം ഇത് ഓതിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്കത് മനഃപ്പാടകമാകുക തന്നെ ചെയ്യും. അല്ലാഹു തആല നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.